ഒരു നദിക്കരയിൽ രണ്ട് കല്ലുകൾ കിടന്നിരുന്നു. ഒരു ദിവസം ഒന്നാമത്തെ കല്ല് പറഞ്ഞു, ഞാൻ ഇനി പുഴയിലേക്ക് ഇറങ്ങി ഉരുണ്ട് ഉരുണ്ട് സഞ്ചരിക്കാൻ തുടങ്ങുകയാണ്. എങ്കിലേ നമുക്ക് മിനുമിനുപ്പും അത് ഭംഗിയും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇത് കേട്ട രണ്ടാമത്തെ കല്ല് പറഞ്ഞു, എനിക്കാവില്ല, ഞാനിവിടെ സ്വസ്ഥമായിട്ട് കിടന്നോളാം. എനിക്ക് വേദനയും തട്ടിമുട്ടലൊന്നും ഏൽക്കാനാവില്ല. കാലം കടന്നുപോയി. കാലങ്ങൾ കഴിഞ്ഞ് അവസാനം കുട്ടികൾ ഈ കല്ലിനെ എടുത്ത് തോട്ടത്തിൽ വെച്ചു. മനോഹരമായ മിനുമിനുപ്പുള്ള കല്ലിനെ തോട്ടത്തിൽ വെച്ചു. അപ്പോൾ ഈ കല്ല് രണ്ടാമത്തെ കല്ലിനോട് പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഇവിടെ തന്നെ കിടക്കേണ്ടി വന്നില്ലേ? ഞാൻ ഇത്രയ്ക്ക് പ്രയാസപ്പെട്ട് വേദനപ്പെട്ട് കഷ്ടപ്പെട്ടത് കൊണ്ട് എനിക്ക് ഇവിടെ എത്താൻ സാധിച്ചത്. ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുക. സുഹൃത്തുക്കളെ, ജീവിതത്തിലും ഇതുപോലെയാണ്. നിരാശകൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ ഇവയൊന്നും നമ്മൾ തളർത്താനല്ല, കുട്ടികളെ തളർത്താനല്ല, അത് ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ്. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിലും ഇതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയണം. വീണാലും പിന്നെയും എഴുന്നേൽക്കാനുള്ള ശക്തി, അതാണ് റെസിലിയൻസ്, അതായത് പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഒന്നാമത്തത് ബന്ധം ഉറപ്പാക്കുക, എൻഷുർ കണക്ഷൻ വിത്ത് ദം. അവർക്ക് സ്നേഹവും പിന്തുണയും നൽകി അവരെ ചേർത്ത് നിർത്തുക. രണ്ടാമത്തെ കാര്യം, എൻകറേജ് ദം ടു ഫേസ് പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ നേരിടാൻ അവരെ പ്രേരിപ്പിക്കുക. എല്ലാം അവരോട് ചെയ്തു കൊടുക്കാതെ അവരെ കൊണ്ട് സ്വയം ചെയ്യിക്കാനുള്ള ഒരു അവസരം അവർക്ക് നൽകുക. മൂന്നാമത്തത്, മാതൃകയായി നിൽക്കുക, ബി എ റോൾ മോഡൽ. നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ പ്രശ്നങ്ങളെ, വെല്ലുവിളികളെ തരണം ചെയ്യുന്നത് അവർ കാണണം. അതിൽ നിന്ന് അവർ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നാലാമത്തത്, പരാജയം സ്വാഭാവികമാക്കുക. ഫെയിലിയർ എന്നുള്ളത് ഒരു സ്വാഭാവികമായ പ്രക്രിയയാണെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുക. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവും, അതിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം അവരെ അറിയിക്കുക. അവർ മനസ്സിലാക്കട്ടെ. ഇങ്ങനെയുള്ള കുട്ടികളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. പ്രതിരോധശേഷിയുള്ള കുട്ടികളാണ് ജീവിതത്തിൽ യഥാർത്ഥ വിജയിച്ചു വരുന്നത്. ഈ കഥയിൽ പറഞ്ഞതുപോലെ അവിടെ സുരക്ഷിതമായിട്ട് നിന്ന ആ കല്ലല്ല, ഉരുളുന്ന കല്ലാണ് കുട്ടികൾ മാറേണ്ടത്.